എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടും എങ്ങനെയാ പാളിയത്? എവിടെയാ പാളിയത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് അറിയില്ല ഗോപാൽജി. നിങ്ങൾക്ക് തന്ന ആഭരണം നിങ്ങൾ കൃത്യമായിട്ട് ആ മരത്തിന്റെ താഴെ തന്നെ കുഴിച്ചിട്ടായിരുന്നോ? ഇട്ടില്ലടാ. ഇട്ടു. അപ്പോ നീ ഇവന്റെ കൂടെ പോയില്ലേ? ഈ ചെറിയ കാര്യം ചെയ്യാൻ രണ്ടാളും കൂടി പോകേണ്ട കാര്യമില്ലല്ലോ. നീ കൃത്യമായി ഏൽപ്പിച്ച് ജോലി ചെയ്തില്ല. പിന്നെ എനിക്കിവരെ അത്ര വിശ്വാസം പോരാ. ഇവനെ കണ്ടാൽ ഒരു കള്ളലക്ഷണം ഉണ്ടെന്നേ ഉള്ളൂ. ഇവൻ അങ്ങനെ തട്ടിപ്പൊന്നും ചെയ്യില്ല. ഇവന്മാരൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല അച്ഛാ. നീ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത് സ്വപ്നെ. എനിക്ക് കാര്യം അറിയില്ലെന്നോ? ആദ്യമായിട്ട് വീട്ടിൽ കയറി വന്നപ്പോ അച്ഛൻ എനിക്ക് തന്ന സമ്മാനമായിരുന്നു ആ ആഭരണങ്ങള്. അത് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഭാര്യയുടേതായിരുന്നു. കാശ് കൊണ്ട് അളക്കാൻ പറ്റില്ല. അതാ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. പോട്ടെ സ്വപ്നെ, നിനക്കത് ഇട്ട് നടക്കാനുള്ള യോഗം ഇല്ലെന്ന് കരുതിയാ മതി. സത്യം പറ, അത് കളഞ്ഞു പോയതാണോ അതോ നിങ്ങൾ അത് വിറ്റ് ആ കാശിന് കള്ളു കുടിച്ചോ? എടി നിർത്ത്. നിങ്ങൾ തമ്മിൽ അടികൂടാതെ സംഭവിച്ചെന്താന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞാ മതിയോ? നല്ല ഗംഭീര പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ നിങ്ങൾ അവിടെ ആഭരണം വെച്ചിട്ട് പോയത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് സാധനം അന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അത് എന്റെ ആഭരണോ? മര്യാദയ്ക്ക് അത് തിരിച്ചു തന്നോണം. അതൊക്കെ എപ്പോഴേ പോയി. വക്കീലിന്റെ ഒരു ക്ലയന്റ് സ്വർണ്ണപ്പണിക്കാരനാ. അയാളെ കൊണ്ട് സ്വർണ്ണ ഉരുക്കിപ്പിച്ച് ഞങ്ങൾ അത് വിറ്റു. പോലീസിന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. വലിയ ആദർശമുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആ കാശ് അടിച്ചു മാറ്റിയല്ലേ? നാട്ടുകാരുടെ കണ്ണീര് വിറ്റുണ്ടാക്കിയ കാശൊന്നും എനിക്ക് വേണ്ട. ആ സ്വർണം വിറ്റ് കിട്ടിയ കാശ് മുഴുവൻ പള്ളി വക അഗതി മന്ദിരത്തിലെ ഞാൻ പേരൊന്നും വെക്കാതെ സംഭാവനയായി കൊടുത്തു. ഞാനിങ്ങനെ എപ്പോഴും ഗോപാലിന് പണി കൊടുത്തോണ്ടിരിക്കല്ലേ. എല്ലാ തവണയും രക്ഷപ്പെടാൻ ദൈവാനുഗ്രഹം വേണ്ടേ? ആ അഗതി മന്ദിരത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിലേ ഞാൻ സേഫായിരിക്കും. ഇനിയും ഇങ്ങനെ എന്തെങ്കിലും നമ്പറുകൾ ഇറക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കും. കുറെ കാലമായി നീ എന്നെ എന്റെ കുടുംബത്തെയും ലക്ഷ്യം വെക്കുന്നു. ഇനി ആര് പറഞ്ഞിട്ടാണെങ്കിലും എന്നെയോ എന്റെ കുടുംബത്തെയോ നീ ലക്ഷ്യം വെച്ചാ നിന്നെ ഈ കോളേജിൽ നിന്ന് മാത്രല്ല ഈ ലോകത്ത് നിന്ന് ഞാൻ പറഞ്ഞു വിടും. അപ്പൊ ആഭരണവും പോയി, മാനവും പോയി.